കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി കണ്ണീർ വാതകവും പ്രയോഗിച്ചു. പാർലമെന്റിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. അഭിജിത് ദീപ് കസ്റ്റഡിയിലെന്ന സൂചന. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി നമ്മൾ കാണുന്നതാണ് യുദ്ധക്കളമായി ജന്തർ മന്ദർ മാറുന്ന സാഹചര്യം. നിലവിൽ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ അടക്കം, കൂടാതെ തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വെക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ CJPയുടെ തീരുമാനം? വിവരങ്ങൾ. ഇടക്കാലത്ത് ദില്ലിയുടെ പരിസര പ്രദേശങ്ങളിലും രാജ്യതലസ്ഥാനത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു പ്രതിഷേധമാണ് ഡൽഹിയിൽ ഇന്ന് അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് ജന്തർ മന്ദറിൽ തുടർച്ചയായി തന്നെ ഈ നിരാഹാര സമരം തുടർന്നു വന്നിരുന്നു. പക്ഷേ അതെല്ലാം എത്രത്തോളം ജനകീയ പങ്കാളിത്തം ഉണ്ടെന്ന് സംശയം പ്രകടിപ്പിക്കുമ്പോഴാണ് ഇപ്പോൾ 2 ദിവസമായി സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം അങ്ങോട്ട് ഒഴുകിയെത്തുകയും അതിനുശേഷമായിരുന്നു ഇന്ന് പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. ആ മാർച്ചാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ സംഘർഷം ഓരോ നിമിഷവും വർദ്ധിക്കുന്നതാണ് നാം കാണുന്നത്. അല്പസമയം മുമ്പ് ഈ അഭിജിത് ദീപ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരവും CJP പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആഴ്ചയിലധികമായി ഈ സമരം തുടരുമ്പോഴും അവഗണിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ ജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് യുവാക്കളെല്ലാം വലിയ രീതിയിൽ തന്നെ ഈ സമരത്തിൻ്റെ പങ്കാളിയായി മാറിയ പശ്ചാത്തലത്തിലാണ് ഈ CJP നേതാക്കളുമായി കേന്ദ്രമന്ത്രി JP നഡ്ഡ 10 മിനിറ്റിലധികം ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് CJP നേതാക്കൾ അറിയിക്കുന്നത്. ആ കാര്യം അറിയിക്കുമ്പോഴും CJP നേതാക്കൾ വ്യക്തമാക്കുന്നത് CJPയുടെ നേതാവായ അഭിജിത് ദീപ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ വലിയ സംഘർഷം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ആ സംഘർഷം ഉണ്ടാകുമ്പോഴും അറസ്റ്റുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒഴുക്ക് തന്നെയാണ് വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ യുവാക്കളുടെയും സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഈ CJPയുടെ ഈ സമരത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജി ആവശ്യപ്പെട്ടുള്ള ഈ സമരത്തിന് പിന്തുണയായി വിവിധ മേഖലയിൽ നിന്നും ജനങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ഒഴുകിയെത്തുന്നു. അവിടെ മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ളവ അടയ്ക്കുകയും ശക്തമായ സുരക്ഷ ഒരുക്കുകയും എല്ലാം പോലീസ് ചെയ്തിട്ടും വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടും വിദ്യാർത്ഥികൾക്ക് നേരെയും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുമെല്ലാം ജലപീരങ്കി പ്രയോഗിക്കുകയും അതോടൊപ്പം തന്നെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നു, ലാത്തിചാർജ് നടത്തുന്നു എന്ന വലിയ ആരോപണമാണ് CJP ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് വലിയ ലാത്തിചാർജ് ഉണ്ടായിട്ടും ഈ വിദ്യാർത്ഥികളും സ്ത്രീകളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഈ സമരത്തിൻ്റെ പങ്കാളിയായി കൂടുതൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം സംഖ്യ ഓരോ നിമിഷവും വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്തായാലും ഈ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നില്ല. അവർ ഒരു ആവശ്യത്തിൽ തന്നെയാണ് ഊന്നി നിൽക്കുന്നത്. അത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അമിത്ഷായുമായെല്ലാം ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ ആദ്യമായി തന്നെ ഈ സമരം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ഈ CJPക്ക് വഴങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. CJPയുമായി ചർച്ച നടത്താൻ CJPയുടെ നേതാക്കളുമായി ചർച്ച നടത്താൻ തീരുമാനിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലേക്കെല്ലാം മാറിയിരിക്കുന്നു. അതൊരു ഈ CJP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ പുതിയ തലമുറയാണ്. പുതിയതായിട്ടായിരിക്കും ചിലപ്പോൾ സമരങ്ങളിൽ വരുന്നത്. അങ്ങനെ സമരങ്ങളിൽ പുതുതായി പങ്കെടുക്കുന്ന ഒരു ജെൻസി തലമുറയ്ക്ക് മുന്നിൽ അവസാന ഘട്ടത്തിൽ വഴങ്ങുന്നതാണ്. ആദ്യഘട്ടങ്ങളിലെല്ലാം ഇത് അവഗണിക്കുകയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ ഈ CJPക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങി ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു തീരുമാനത്തിലേക്കെല്ലാം എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ തീരുമാനത്തിലെ
എന്തെല്ലാം സംസാരിച്ചു, എന്തായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഇനി മാധ്യമങ്ങളെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് CJP നേതാക്കളുള്ളത്. അങ്ങനെ വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് സമൂഹത്തിൻ്റെ നാനാ മേഖലയിൽ നിന്നും ലഭിക്കുന്നത്. അതിനിടയിൽ തന്നെ CJP നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ നേതാവായ അഭിജിത്ത് DK ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തു എന്നാണ്. കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും പറയുന്നു. എന്തായാലും പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന ഈ ദിവസത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം നടക്കുന്നത്. കാരണം പുറത്ത് ഡൽഹിക്ക് ഈ പാർലമെൻറ്റിന് പുറത്ത് ഇത്തരത്തിൽ വലിയ സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുമ്പോൾ ഈ വിഷയം ഉന്നയിച്ച് തന്നെ ഇന്ത്യ മുന്നണി പാർലമെൻറ്റിനുള്ളിൽ വലിയ രീതിയിൽ പ്രതിപക്ഷ ബഹളത്തിലേക്കെല്ലാം പോവുകയും ഈ വിഷയം ഉന്നയിക്കുകയും എല്ലാം ചെയ്തു. ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നെല്ലാം അവർ ആവശ്യപ്പെടുന്നു. പ്രധാനമായി തന്നെ അവരുടെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ്. കുറച്ചു നാളുകളായി തന്നെ ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയും അതോടൊപ്പം തന്നെ ക്രമക്കേടുകൾ, അങ്ങനെ വിദ്യാർത്ഥികൾ ഈ ക്രമക്കേടും പരീക്ഷാ തയ്യാറെടുപ്പോടുകൂടിയെല്ലാം പരീക്ഷ എഴുതാൻ എത്തുകയും പിന്നീട് അതെല്ലാം പെട്ടെന്ന് തന്നെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഈ പരീക്ഷയെല്ലാം ക്യാൻസൽ ചെയ്യുന്നു, അവിടെ ചോദ്യപേപ്പറിൽ ക്രമക്കേടുണ്ടാകുന്നു. അങ്ങനെ 6-7 വിദ്യാർത്ഥികളാണ് ഇത്തരം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൻ്റെ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് CJP പ്രവർത്തകർ സമരം ആരംഭിച്ചത്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം അവഗണനയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ അവസാന ഘട്ടത്തിൽ സോനം വാങ്ചുക് അടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കാളിയാവുകയും നിരാഹാര സമരം നടത്തുകയെല്ലാം ചെയ്തു. ആ നിരാഹാരം സമരം നടത്തുന്ന സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സമരം പൊതുസമൂഹവും അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളും ജെൻസി തലമുറയും എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ തന്നെ സംഘർഷം നിറഞ്ഞൊരു അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ ഡൽഹിയും ജന്തർ മന്ദറും അതോടൊപ്പം തന്നെ പാർലമെൻറ്റെല്ലാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പാർലമെൻറ്റ് പരിസരമെല്ലാം എന്തായാലും ഈ പാർലമെൻറ്റ് പരിസരത്തെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ആ ഡൽഹി പോലീസ് ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാർ മറ്റൊരു ഭാഗത്ത് ഇവരുമായി ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പുകളും തുടരുകയാണ്. ശരി, എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJP പ്രതിഷേധം കടുക്കുകയാണ്. ജന്തർ മന്ദർ അല്ലെങ്കിൽ ഡൽഹി ഒരു യുദ്ധക്കളമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ഇനി ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അതിനൊടുവിൽ CJPക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.